പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെയും നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തെ എല്ലാ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുകയും നമ്മുടെ കുറവുകളും പോരായ്മകളെല്ലാം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഇനിയുള്ള നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഞങ്ങളുടെ മനസ്സിന് ആശ്വാസവും ഞങ്ങളുടെ ഉള്ളിൽ ആനന്ദവും ഞങ്ങളുടെ ശരീരത്തിൽ സൗഖ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ബോധ്യങ്ങൾ നൽകി അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഗ്രഹിക്കാനും സ്വീകരിക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇസ്രായേൽ ജനം ദൈവത്തെ വിളിക്കുന്നത് അബ്രാഹത്തിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോവിൻ്റെ ദൈവമേ എന്നാണ്. യഥാർത്ഥത്തിൽ യാക്കോവിൻ്റെ ദൈവമേ എന്നല്ല, ഏസാവിൻ്റെ ദൈവമേ എന്നായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അബ്രാഹം, ഇസഹാക്ക്, ഏസാവ് അങ്ങനെ ആയിരുന്നു ലഭിക്കേണ്ടത്. പക്ഷേ ഏസാവിന് ആ സ്ഥാനം ലഭിച്ചില്ല. ലഭിക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം. ഏസാവ് ആ കടിഞ്ഞൂൽ സ്ഥാനത്തിൻ്റെ വില മനസ്സിലാക്കിയില്ല. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിൽ 31-ാമത്തെ വചനം പറയും, ഏസാവ് വിശന്നിരിക്കുമ്പോൾ വിശന്നിരിക്കുന്ന എനിക്ക് എന്തിന് ഈ കടിഞ്ഞൂൽ സ്ഥാനം? അവൻ്റെ സ്ഥാനത്തേക്കാൾ അധികമായി അവന് ദൈവം കൊടുത്തതായ ആ പദവിയേക്കാൾ അധികമായി ഒരു നേരത്തെ ഭക്ഷണം സമയത്ത് കിട്ടാത്തത് മൂലം സംഭവിച്ച വിശപ്പിന് പ്രാധാന്യം കൊടുത്തു. ഈ വിശപ്പിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അവന് ആ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു പോയത്. ആ നഷ്ടപ്പെട്ടതാണ് ഏസാവിൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം യാക്കോബിൻ്റെ ദൈവമേ എന്ന് ഇസ്രായേൽ ജനം വിളിച്ച് പ്രാർത്ഥിച്ചത്. ഏസാവിൻ്റെ സ്ഥാനം യാക്കോബിന് കിട്ടി. പക്ഷേ ആ കിട്ടിയതിൻ്റെ പിന്നിൽ യാക്കോബിൻ്റെ ഭാഗത്ത് 2 അപാകതകൾ വന്നു. ഈ 2 അപാകതകളിലെ ആദ്യത്തെ അപാകതയാണ്, ആദ്യത്തെ വീഴ്ചയാണ്, ആദ്യത്തെ കുറവാണ്. യാക്കോബ് വിശന്നിരുന്ന ജ്യേഷ്ഠൻ ഏസാവിന് ഒരു നേരത്തെ പായസം കൊടുത്തിട്ട് ആ കടിഞ്ഞൂൽ പുത്രസ്ഥാനം അവനിൽ നിന്ന് തട്ടിയെടുത്തു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞതായ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ കടിഞ്ഞൂൽ പുത്രസ്ഥാനം ഒരു നേരത്തെ ഭക്ഷണം പായസം കൊടുത്ത് യാക്കോബ് നേടിയെടുത്തതാണ് യാക്കോബിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ച ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം. ദൈവം യാക്കോബിൻ്റെ പിതാവ് ആ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മൂത്ത മകൻ ഏസാവാണ് എന്ന് കരുതി ദേഹത്തെല്ലാം തൊട്ടു നോക്കിയപ്പോൾ മൂത്ത മകൻ്റെ ശാരീരികമായ പ്രത്യേകതകളെല്ലാം ഏസാവാണ് എന്ന് കരുതിയ യാക്കോബിൽ കണ്ടു. യാക്കോബിൽ കണ്ടപ്പോൾ അപ്പൻ വിചാരിച്ചു
ഇസ്ഹാക്ക് വിചാരിച്ചു മൂത്ത മകൻ ഏസാവ് തന്നെയാണെന്ന്. എങ്കിലും അപ്പൻ്റെ മനസ്സിൽ ഒരു സംശയം തോന്നിയപ്പോൾ അപ്പൻ ചോദിച്ചു, ഞാൻ ഈ തൊടുന്നത്, ഞാനിപ്പോൾ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത് മൂത്ത മകൻ ഏസാവ് തന്നെയാണോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പം യാക്കോബ് ഒരു നുണ പറഞ്ഞു. യാക്കോബ് പറഞ്ഞ നുണ അതേ അപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ ഏസാവാണ് എന്ന് കരുതി ഈ അപ്പൻ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. അങ്ങനെ അപ്പനിൽ നിന്ന് മൂത്ത മകൻ ഏസാവിന് കിട്ടേണ്ട അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തു. അങ്ങനെ തട്ടിയെടുത്ത യാക്കോബ് തൻ്റെ ജീവിതത്തിലെ 2 അപാകതകൾ, ഒന്ന് ജ്യേഷ്ഠന് പായസം കൊടുത്ത് കടിഞ്ഞൂൽ പുത്രസ്ഥാനം വാങ്ങിച്ചു, 2 അപ്പൻ്റെ മുമ്പിൽ നുണ പറഞ്ഞ് അപ്പൻ ഏസാവിന് കൊടുക്കേണ്ട അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തു. യാക്കോബിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ 2 അപാകതയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് യാക്കോബ് 20 വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്നു. അവൻ 20 വർഷം പ്രായശ്ചിത്തം ചെയ്ത് തൻ്റെ ആ തെറ്റിന് പരിഹാരമായി. ഒന്ന്, 20 വർഷം പ്രായശ്ചിത്തം ചെയ്ത് ആ തെറ്റിന് പരിഹാരം നേടി. രണ്ടാമത്തെ കാര്യം അവൻ ചെയ്തത്, കടിഞ്ഞൂൽ പുത്രസ്ഥാനം ഏസാവിന് നഷ്ടപ്പെട്ടപ്പോൾ ഏസാവിന് യാക്കോബിനോട് കടുത്ത വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത ഏസാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെയും കൂട്ടി ഏസാവ് യാക്കോബിനെ സമീപിക്കുകയാണ്. യാക്കോബിന് ഈ കാര്യം മനസ്സിലായ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനോട് ചെയ്ത തെറ്റിനെ ഓർത്ത്, ആ വീഴ്ചയെ ഓർത്ത് അവൻ ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറായി. ക്ഷമ ചോദിക്കുക മാത്രമല്ല, അവൻ ജ്യേഷ്ഠന് കൊടുക്കാനായിട്ട് വലിയൊരു സമ്മാനമൊക്കെ ഒരുക്കി. അങ്ങനെ സമ്മാനമൊക്കെ ഒരുക്കി അവൻ ഏസാവ് സൈന്യവുമായിട്ട് യാക്കോബിനെ നേരിടാനായിട്ട് വരുമ്പോൾ ഇവൻ ഏറ്റവും മുമ്പിൽ ബാക്കിയുള്ള ഭാര്യമാരെ, മക്കളെ എല്ലാം നിർത്തിയിട്ട് യാക്കോബ് ഏസാവ് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 33 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഈ സംഭവം കാണുമ്പോൾ അവിടെ 3-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്, യാക്കോബ് തന്നെ നേരിടാനായിട്ട് സൈന്യവുമായിട്ട് തൻ്റെ നേരെ വരുന്ന ജ്യേഷ്ഠൻ ഏസാവിനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ യാക്കോബ് 7 പ്രാവശ്യം താണു വണങ്ങി ഏസാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. 7 പ്രാവശ്യം അവൻ താണു വണങ്ങി ഏസാവിനെ സമീപിച്ചപ്പോൾ ഏസാവിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്ന യാക്കോബിനുള്ള വെറുപ്പ് മുഴുവൻ ഈ യാക്കോബിൻ്റെ ആ മനോഭാവത്തോടു കൂടിയുള്ള പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ ഏസാവിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെറുപ്പ് വിട്ടുമാറി. എന്നിട്ട് ജ്യേഷ്ഠനും അനുജനും കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 പേരുടെയും ഉള്ളിലുണ്ടായിരുന്ന വെറുപ്പ് സ്നേഹത്തിൻ്റെ കണ്ണീരായി മാറി.
സന്തോഷത്തിൻ്റെ കണ്ണീരായി മാറി, ആനന്ദത്തിൻ്റെ കണ്ണീരായി മാറി. എങ്ങനെയാണ്? യാക്കോബ് ചെയ്ത 2 പ്രവൃത്തികളിലൂടെയാണ്. ഒന്ന്, തൻ്റെ തെറ്റിനെ ഓർത്ത് അനുതപിച്ച് 20 വർഷം പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്തു. 2, തൻ്റെ ജ്യേഷ്ഠനോട് എല്ലാം മറന്ന് തൻ്റെ ഭാഗത്ത് വന്ന അപാകതകളെ ഓർത്ത് അവൻ താണു വണങ്ങി മാപ്പ് ചോദിച്ച് അങ്ങനെ തൻ്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അവരുടെ ഉള്ളിൽ നിന്ന് വെറുപ്പ് മാറി ആനന്ദമായിട്ട് തീർന്നത്. ഇവിടെ യാക്കോബ് ജ്യേഷ്ഠനോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം. യാക്കോബ് ഏസാവിനോട് പറയുകയാണ്, ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്നതുപോലെ ഞാൻ അങ്ങയിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടു. ഉള്ളിൽ തന്നോട് വെറുപ്പുണ്ട് എന്ന് അറിയാവുന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് യാക്കോബ് തയ്യാറായപ്പോൾ അതിലൂടെ ഏസാവിൻ്റെ ഉള്ളിലെ വെറുപ്പ് മുഴുവൻ മാറി. ഇതിലൂടെ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്, നിൻ്റെ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ മൂലമാകാം, കുറ്റവിധികൾ മൂലമാകാം, ഏതെല്ലാം വിധത്തിൽ സഹോദരങ്ങൾ തമ്മിൽ മാനസികമായിട്ടുള്ള അകൽച്ചയും വെറുപ്പും വൈരാഗ്യവും ഉണ്ടെങ്കിലും അങ്ങനെ ഉള്ള വ്യക്തിയിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ തക്ക വിധത്തിൽ കണ്ണുകൾക്ക് പ്രകാശം ലഭിച്ചാൽ, മനസ്സിന് ആ ഒരു ആത്മീയ ആനന്ദം ലഭിച്ചാൽ അത് വലിയ അനുഗ്രഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടയാളമായി മാറും. സത്യത്തിൽ യാക്കോബ് ഇങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറായപ്പോഴാണ് അവൻ്റെ ഭാഗത്ത് വന്ന അപാകതകൾ മാറി അത് അനുഗ്രഹമായി തീർന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതായത് വന്നു പോകുന്ന അപാകതകളെയും കുറവുകളെയും ഓർത്ത് അനുതപിച്ച് പ്രായശ്ചിത്തം ചെയ്യുമ്പോഴും തൻ്റെ തെറ്റിലൂടെ, തൻ്റെ വീഴ്ചയിലൂടെ, തൻ്റെ അപാകതകളിലൂടെ ആരുടെ മനസ്സ് വേദനിച്ചോ, ആർക്ക് മുറിവുണ്ടായോ, നൊമ്പരമുണ്ടായോ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ തക്ക വിധത്തിൽ കണ്ണുകളെയും മനസ്സിനെയും മനോഭാവത്തെയും ഒരുക്കുമ്പോൾ അവിടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരണ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഓരോ ആഴ്ചയിലും ധ്യാനിക്കാനായിട്ട് വരുന്ന അനേകം വ്യക്തികൾ, അവിടെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത ചില പ്രശ്നങ്ങൾ, എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും മാറാത്ത ചില ശാരീരികമായ രോഗങ്ങൾ, അതുപോലെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, വിവാഹം നടക്കുന്നതിനുള്ള തടസ്സം, വസ്തു വിൽക്കുന്നതിനുള്ള തടസ്സം, വീട് പണിയുന്നതിനുള്ള തടസ്സം, ഇങ്ങനെ വ്യത്യസ്തമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികളുണ്ട്. ഈ തടസ്സങ്ങളുടെ എല്ലാം പിന്നിൽ, ഏത് ശാരീരികമായ രോഗത്തിൻ്റെ പിന്നിലും ആ രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ പ്രതികാര ചിന്തയോ ഉണ്ടെങ്കിൽ അത് മാറാതെ സൗഖ്യം കിട്ടിയാൽ. അപ്പോൾ ഓരോ ആഴ്ചയിലും ഡിവൈനിൽ ധ്യാനിക്കാനായിട്ട് വരുന്ന വ്യക്തികൾ കാണുന്ന അത്ഭുതകരമായ കാഴ്ച, അതായത് ഏറ്റവും കൂടുതൽ രോഗസൗഖ്യം നടക്കുന്നതായ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്
ചൊവ്വാഴ്ച വൈകുന്നേരം ആരാധന സമയം. അതായത് അന്നാണ് നല്ല കുമ്പസാരം നടത്തി ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യതയിലേക്ക് വന്ന് നല്ല കുമ്പസാരം നടത്തി. കർത്താവ് ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനം. നീ എത്ര തെറ്റ് ചെയ്ത വ്യക്തിയായാലും നിന്റെ ആ തെറ്റിനെ ഓർത്ത് അനുതപിച്ച് നീ ഏറ്റു പറയുമ്പോൾ, കുമ്പസാരിക്കുമ്പോൾ, നിന്റെ തെറ്റുകൾ മുഴുവൻ ക്ഷമിച്ച് ഞാൻ നിനക്ക് പാപമോചനം നൽകണമെങ്കിൽ, കർത്താവ് ഒരു വ്യവസ്ഥ വെച്ചുണ്ട്, പാപമോചനം നൽകണമെങ്കിൽ, നീ ഒരു പുതിയ വ്യക്തിയായി മാറണമെങ്കിൽ നിന്നെ നീ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിച്ച് ക്ഷമ ചോദിച്ചെങ്കിൽ മാത്രമേ നിന്റെ പാപം മോചിച്ച് കിട്ടുള്ളൂ. നീ ക്ഷമിച്ചാൽ നിന്റെ പാപം ക്ഷമിക്കപ്പെടും. നീ ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല. ഇപ്പോൾ ഈ ഒരു ബോധ്യം ധ്യാനിക്കാനായിട്ട് വരുന്ന ഓരോ വ്യക്തികൾക്കും വചന ശുശ്രൂഷയിലൂടെ, ആരാധനയിലൂടെ ലഭിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തിയിരുന്ന ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്നൊക്കെ ചിന്തിക്കുന്നതായ അനേകം വ്യക്തികൾ അതിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. അത് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് വരെ കരുതിയിരുന്നത് എന്നെ ദ്രോഹിച്ച വ്യക്തിയാണ് കാരണക്കാരി എന്ന, എനിക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് കാരണക്കാരി എന്ന. അവിടെ മനോഭാവത്തിലൊരു മാറ്റം വരിക. എന്താണ് മനോഭാവത്തിൽ വരുന്ന മാറ്റം? ഞാൻ ഇന്ന് വരെ കരുതിയ ആ വ്യക്തികൾ ആരുമല്ല എനിക്കെതിരെ അങ്ങനെ ചെയ്തത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്. മറിച്ച് അങ്ങനെ ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും ഈശോ അവർക്കൊരു അനുവാദം കൊടുത്തു. ആ അനുവാദം പിതാവായ ദൈവം പുത്രനായ യേശുവിന് കുരിശുമരണം കൊടുത്തതുപോലെ അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെതായ അവസരം, സാഹചര്യം, ആ സഹനം പുത്രന് പിതാവ് നൽകിയതുപോലെ ആ പുത്രൻ ചെയ്ത കാര്യങ്ങൾ കണ്ട് പഠിക്കുന്ന, അത് വിശ്വസിക്കുന്ന, അത് സ്വീകരിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിയും, ഞാനും നിങ്ങളും അതുപോലെ ചെയ്യാനായിട്ട് തയ്യാറാകണം. അങ്ങനെ നീ ചെയ്യാനായിട്ട് തയ്യാറാവുമോ? ഇതാണ് നിനക്ക് ഇന്ന വ്യക്തി നിനക്കെതിരെ പറഞ്ഞ, ചെയ്ത, പ്രവർത്തിച്ച ആ കാര്യം. അത് ഒരു പരിശോധനയായിരുന്നു. നിന്നെ പരിശോധിക്കാൻ ദൈവം അനുവദിച്ച ഒരു പരീക്ഷണമായിരുന്നു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് വേദനിപ്പിച്ച വ്യക്തികളോടും, നഷ്ടം വരുത്തിയ വ്യക്തികളോടും, പരാജയം തന്ന വ്യക്തികളോടും, അപമാനം തന്ന വ്യക്തികളോടും, പല വിധത്തിൽ ദ്രോഹിച്ച വ്യക്തികളോടൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച് സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊക്കെ കരുതുന്നത് എനിക്കെതിരെ പറഞ്ഞ, ചെയ്ത, പ്രവർത്തിച്ച ആ വ്യക്തികളാണ് കാരണക്കാരെന്നാ. മറിച്ച് ആ വ്യക്തികളല്ല, ആ വ്യക്തികളുടെ പിന്നിൽ അതിന് അനുവാദം കൊടുത്ത ദൈവമാണ്, യേശുവാണ് കാരണക്കാരൻ എന്ന് കരുതുമ്പോൾ നമ്മൾ ആ വ്യക്തികളിലേക്ക് നോക്കിയാല, നമ്മൾ അതനുവദിച്ച യേശുവിലേക്ക് നോക്കും. അപ്പം നിൻ്റെ ജീവിതത്തിൽ ആരിലൂടെയെല്ലാമാണോ സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും വരുന്നത്, അത് ആ തന്ന, പറഞ്ഞ, ചെയ്ത വ്യക്തികളിലേക്ക് നോക്കാതെ അങ്ങനെ ചെയ്യാൻ അനുവാദം കൊടുത്ത കർത്താവിലേക്ക് നോക്കിയാൽ നമുക്ക് അവരോടൊക്കെ ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് എളുപ്പമാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു ബോധ്യം ധ്യാനിക്കാനായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഈ വചന ശുശ്രൂഷയിൽ ലഭിക്കുമ്പോഴാണ് അങ്ങനെ ദ്രോഹിച്ച വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഇതുപോലെ സൗഖ്യം കിട്ടുന്ന വ്യക്തി പറയുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. 2 ആഴ്ച മുമ്പ് ഒരു സഹോദരി പറഞ്ഞൊരു സാക്ഷ്യം എങ്ങനെയാണ്? ആ വ്യക്തിക്ക് നാളുകളായിട്ട് സോറിയാസിൻ്റെ അസുഖമായിരുന്നു. ഈ സോറിയാസിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് നല്ല സാമ്പത്തികമായിട്ട് കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് പല ഡോക്ടർമാരെടുക്കലും പ്രഗത്ഭരായിട്ടുള്ള ഈ മേഖലയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ പലരെയും പോയി കണ്ടെങ്കിലും ഓരോ വ്യക്തിയെയും പോയി കാണുമ്പോൾ കുറേ മരുന്നൊക്കെ കൊടുക്കും, അത് കഴിച്ചു നോക്കും, പക്ഷേ കൂടുന്നതല്ലാതെ കുറയുന്നില്ല.
അങ്ങനെ നാളുകളായിട്ടുള്ള ഈ സോറിയാസിൻ്റെ അസുഖം മൂലം കഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആരുടെയോ പ്രേരണയും നിർബന്ധവും മൂലം ഡിവൈൻ ധ്യാനിക്കാനായിട്ട് വന്നത്. അങ്ങനെ ധ്യാനിക്കാനായിട്ട് വന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ബോധ്യം കിട്ടി. നിൻ്റെ ശരീരത്തിലെ രോഗമല്ല കാരണം, നിൻ്റെ മനസ്സിൽ വെറുപ്പെന്ന സോറിയാസിസ് പിടിച്ചിട്ടുണ്ട്. അതിനെ നീ മാറ്റിയാലേ ശരീരത്തിലെ രോഗത്തിന് കർത്താവിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ വ്യക്തിക്കൊരു കാര്യം മനസ്സിലായി. നാളുകളായിട്ട് ഈ സഹോദരിയുടെ അമ്മയുമായി കടുത്ത ഒരു വെറുപ്പിലാണ്. അതായത് ഈ വെറുപ്പ് ഉള്ളിലേ ഉള്ളൂ, പുറമേ അമ്മയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അമ്മയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പകാലത്ത് വളർന്നതായ സന്ദർഭത്തിൽ അവളുടെ ഉള്ളിൽ അമ്മയോട് വെറുപ്പ് തോന്നാനായിട്ടുള്ള കാരണം, അവളെക്കാൾ കൂടുതലായിട്ട് അമ്മ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് ചേച്ചിക്കാണ്. അങ്ങനെ ഈ ചേച്ചിയോട് അമ്മ കൂടുതലായിട്ട് പരിഗണന, സ്നേഹമൊക്കെ കാണിക്കുന്നു എന്നൊരു തോന്നൽ അവിടെ ഉള്ളിൽ അമ്മയോടുള്ള വെറുപ്പായിട്ട് കിടക്കുന്നു. ഇങ്ങനെ നാളുകളായിട്ടുള്ളിൽ കടന്ന ആ വെറുപ്പ് പിന്നീട് ശരീരത്തിൽ മാറാത്ത വിധത്തിലുള്ള സോറിയാസിൻ്റെ അസുഖമായി മാറി. അങ്ങനെ നാളുകളായിട്ടുള്ള ഈ സോറിയാസിന് പിന്നിലെ കാരണം അമ്മയോട് ഉള്ളിലുള്ള വെറുപ്പാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ആന്തരിക സൗഖ്യ ആരാധനയിലും ധ്യാനത്തിൻ്റെ മറ്റ് വചന ശുശ്രൂഷകളിലുമെല്ലാം ഈ അമ്മയോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച് അമ്മയെ സ്നേഹിക്കാനായിട്ടുള്ള, അമ്മയോട് മാപ്പ് ചോദിക്കാനായിട്ടുള്ള നല്ലൊരു തീരുമാനമെടുത്തപ്പോൾ ആ സഹോദരിയുടെ സോറിയാസ് അസുഖം പൂർണ്ണമായി വിട്ടുമാറി നല്ല തിളക്കമുള്ള ശരീരമായി. സോറിയാസ് മൂലം പിടിച്ചിരുന്ന അതെല്ലാം അങ്ങോട്ട് അടന്നുപോയി. അവിടെ വളരെ മൃദുലമായ സൗന്ദര്യമുള്ള ശരീരഭാഗമാക്കി കർത്താവ് മാറ്റി. ഇത് ഞാനൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല പറയുന്നത്, മറിച്ച് ഇങ്ങനെ അനേകം ശാരീരികമായിട്ടുള്ള രോഗത്തിന് വെറുപ്പ് ഉള്ളിൽ ഒരു കാരണമായി കടന്ന് ഈ വെറുപ്പ് മാറുമ്പോൾ ശാരീരിക സൗഖ്യം കിട്ടുന്നു. ഇത് ശാരീരികമായ സൗഖ്യത്തിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിലെ പല വിധത്തിലുള്ള തടസ്സങ്ങളുടെ എല്ലാം പിന്നിൽ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത്, ഈ തടസ്സങ്ങൾ, ഈ രോഗങ്ങൾ, ഈ പരാജയങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ യാക്കോബിൻ്റെ ജീവിതത്തിലെ അടുത്തൊരു കാര്യം കാണുന്നത്, അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 22 വരെയുള്ള തിരുവചനം. അവിടെ യാക്കോബ് ബേർഷബായിൽ നിന്ന് ഹാനാനിലേക്കുള്ള യാത്ര, ബേർഷബായിൽ നിന്ന് ഹാനാനിലേക്കുള്ള ആ യാത്രയിൽ ഒരു ദിവസം അവന് രാത്രിയിൽ വേറൊരു സ്ഥലവും കിടക്കാനായിട്ട് കിട്ടിയില്ല. അവൻ വഴിയിലെ പൂഴിമണ്ണിൽ കടന്നു. പൂഴിമണ്ണിൽ കടന്ന അവൻ ഒരു കല്ല് തലയണയായി വെച്ചു. ഈ കല്ല് ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നൊമ്പരങ്ങളും വേദനകളും തെറ്റിദ്ധാരണകളും കുറ്റം വിധികളും പല വിധത്തിലുള്ള സഹനത്തിൻ്റെതായ തലങ്ങളും ജീവിതത്തിലുണ്ടാകും. എന്തു ചെയ്യുന്നു? ഈ കിട്ടിയത് മുഴുവൻ തലയ്ക്ക് ഇണയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ തല വെച്ച് അവൻ കടന്നപ്പോൾ യാക്കോബ് സ്വപ്നത്തിൽ ഒരു കോവണി കണ്ടു. ആ കോവണി അതൊരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? വിശ്വസ്തതയിൽ അടങ്ങിയ വിശുദ്ധിയുടെ പ്രതീകം. വിശ്വസ്തതയിൽ അടങ്ങിയ വിശുദ്ധിയുടെ പ്രതീകം. അപ്പം ഇവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, യാക്കോബ് തലയണയായി വെച്ച കല്ല്. ജീവിതത്തിൽ ദൈവം വ്യത്യസ്തമായിട്ടുള്ള നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും ഒക്കെ അനുവദിക്കുമ്പോൾ ഈ അനുവദിക്കുന്നതിൽ
ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ അവിടെ യാക്കോബിന് 3 അനുഗ്രഹം ദൈവം കൊടുക്കുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ അനുഗ്രഹം ഇങ്ങനെയാ ദൈവം പറഞ്ഞത്: നീ കിടക്കുന്ന ഈ പൂഴി മണ്ണ് അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നീ നടക്കുന്ന നടപ്പാത, നീ നടക്കുന്ന സ്ഥലം, 2 നീ ജോലി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഈ സ്ഥലം നീ ഏതെല്ലാം മക്കൾക്ക് വിധിച്ചു കൊടുക്കുന്നോ ആ വാങ്ങിക്കുന്ന ആ കൊടുക്കുന്ന മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം ദൈവം പറഞ്ഞത്, ഇതിലൂടെ നിന്റെ സന്തതികളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പം ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതായ കാര്യത്തിൽ ദൈവത്തോട് ചേർത്ത് പിടിച്ചാൽ അതെല്ലാം അവന് അനുഗ്രഹമായി മാറും. മാത്രമല്ല, അവനിലൂടെ അവൻ്റെ വരാൻ പോകുന്ന തലമുറകൾക്കെല്ലാം അനുഗ്രഹമായി മാറും. ഇനി മൂന്നാമത്തേതായ കാര്യം അതാണ്, ഇത് ഒരു സമൃദ്ധിയുടെ പ്രതീകമായിരിക്കും. അവൻ ആ തലയണയായ വെച്ച കല്ല് സമൃദ്ധിയുടെ അനുഗ്രഹമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നാളുകളിൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം തരാൻ പോകുന്ന സമൃദ്ധിയുടെ അടയാളമായി അവ ഓരോന്നും മാറും എന്ന് കർത്താവ് അവിടെ മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ അവിടെ തലയണയായി വെച്ച കല്ല് ദർശനമായി കണ്ട കോവണി. നിന്റെ ജീവിതം വിശുദ്ധിയിൽ അധിഷ്ഠിതമായ വിശ്വസ്തയുടെ ജീവിതമായാൽ നീ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറും. നമുക്കറിയാം, കോവണി എപ്പോഴും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ടുള്ളതാണ്, ബന്ധിപ്പിക്കുന്നതാണ്. ഇതുപോലെ യാക്കോബിൻ്റെ ഈ ഒരു മനോഭാവം അവനെ സ്വർഗവും ഭൂമിയിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടയാളമായി, ജീവിതമായി അവൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി. ഇതുപോലെ ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന വ്യത്യസ്തമായ തിക്താനുഭവങ്ങളെ, നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളെ, അതിനെ ഒരു കോവണിയായി കണ്ട് സ്വീകരിച്ചാൽ നിന്നെ അനേകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടയാളമായി ദൈവം ഉപയോഗിക്കും. ഈ ഒരു മനോഭാവം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകുന്നതിന് വേണ്ടി ഈ വചന ശുശ്രൂഷ നിമിഷങ്ങളിൽ കർത്താവ് തന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച്, കർത്താവേ, ഞങ്ങളുടെ കൺമുമ്പിൽ യാക്കോബിൻ്റെ ജീവിതമുണ്ട്. യാക്കോബ് സഹോദരൻ ഏസാവിനോട് ചെയ്ത തെറ്റിനെ ഓർത്ത് പ്രായശ്ചിത്തം ചെയ്യുകയും ആ സഹോദരനോട് ക്ഷമിച്ച് ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ സഹോദരനിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ അവന് സാധിച്ചപ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോവണിയായി അവൻ്റെ ജീവിതം മാറി. ഞങ്ങളുടെ ജീവിതവും അനേകരെ ദൈവികമായ ആനന്ദത്തിലേക്ക് നയിക്കുന്ന കോവണിയായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.